എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു ചൈനീസ് ടെമ്പിളിലാണ്. തായ്ലൻഡിലുള്ള ഒരു ചൈനീസ് ടെമ്പിളാണ് കേട്ടോ. ഒരു ട്രഡീഷണൽ ടെമ്പിളാണ്. ചാവോ ഫ്രയ റിവറിൻ്റെ തീരത്ത് തന്നെയാണിത്. നക്കൻ സാവന എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. സാൻ ചാവോ ഫോ എന്നും പറഞ്ഞ് ഒരു നീണ്ടൊരു പേരാണ് കേട്ടോ. അത് ഞാൻ ആക്ച്വലി ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തിരിക്കാം. അപ്പം ഈ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ 2 ടെമ്പിളാണുള്ളത്. അത് രണ്ടും കമ്പൈൻ ചെയ്തുള്ള ഫിഗേഴ്സാണ് നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് അവർ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള ടെമ്പിളായിരിക്കും മറ്റേതും. നമ്മളിത് കാണാൻ ചെല്ലുകയാണെങ്കിൽ ഒരു സന്ധ്യ സമയത്ത് ചെല്ലണം. ആ ലൈറ്റെല്ലാം ഇട്ട് കാണുന്ന ഒരു നല്ലൊരു വ്യൂ ആണ്. ഞാനൊരു ഷോട്ട് ഇട്ടിട്ടുണ്ട്. അതിൽ തന്നെ അത് നല്ല അറിയാൻ പറ്റും. നല്ല ഭംഗിയാണ് കാണാൻ ആ ലൈറ്റെല്ലാം ഇട്ടിട്ട്. ഇതാണ് നമ്മൾ ടെമ്പിളിലേക്ക് കയറുന്നൊരു സെക്ഷൻ. ആ സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലേക്ക് ചെല്ലണം. അപ്പോൾ അവിടെ 2 പേര് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ ചോദിച്ചു വീഡിയോ എടുക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആക്ഷനൊക്കെ കാണിച്ചാണ് ചോദിച്ചത്. അപ്പോൾ അവരെടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അതിൻ്റെ അകത്ത് കയറി. ഒരുപാട് വിശാലമായിട്ടൊന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് കറങ്ങി എടുത്തതേ ഉള്ളൂ. അവരുടെ ഒരു പല പല ദൈവങ്ങളെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അവിടുത്തെ കണ്ട കുപ്പിയൊക്കെ വെച്ചിട്ടുണ്ട് ഒരു ദൈവത്തിൻ്റെ മുന്നിൽ. അപൂർവമായിട്ട് കാണുന്ന കാഴ്ചയല്ലേ. പക്ഷെ തായ്ലൻഡിലും ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ അപൂർവമായിട്ട് കാണുന്ന കാഴ്ച. എന്തൊക്കെ ആചാരങ്ങളാണല്ലേ. പല രാജ്യങ്ങളിൽ ചെല്ലുമ്പോഴും പല രീതിയിലുള്ള ആചാരങ്ങൾ. എല്ലാം മനോഹരമായിരുന്നു. ഈ ഒരു വ്യൂ കണ്ടോ. ആ ഒരു വോളിൽ ഞാൻ കരുതിയത് സൈഡിൽ നിന്ന് നോക്കിയപ്പോൾ ഒരു ചിത്രമാണെന്ന് കരുതി. പക്ഷേ ചിത്രമല്ലായിരുന്നു അത്. നമുക്കൊരു സ്ട്രക്ചറാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് അകത്തൂടെ അതിങ്ങനെ കാണാൻ പറ്റും, ടെമ്പിളിൻ്റെ അകം വശമൊക്കെ. അങ്ങനെ ജസ്റ്റ് ഞാൻ അതിൻ്റെ ഒരു വ്യൂ ഒക്കെ എടുത്തു. പിന്നെ ഇതിന് ഗോൾഡൻ ഡ്രാഗൺ ടെമ്പിളെന്നും കൊടുത്തിട്ടുണ്ട് ചിലയിടത്ത്. അതിൻ്റെ ചുറ്റുമെല്ലാം തൂണിലെല്ലാം ഇങ്ങനെ ഡ്രാഗണാണ്. പക്ഷേ ആക്ച്വലി ഇവരുടെ ടെമ്പിളെല്ലാം ഇങ്ങനെ ഡ്രാഗൺ വെച്ചിരിക്കുന്ന കാണാം. ചൈനീസ് ന്യൂ ഇയറിൻ്റെ സമയത്തൊക്കെ നമ്മൾ ഇവിടെ വന്നാൽ ഒരുപാട് പൂജകളും കാര്യങ്ങളും എല്ലാം നടക്കുന്നതായിട്ട് കാണാം.